Hello guys, once again welcome back to another episode of TheNutshell. ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. സോ മാക്സിമം ഇത് സ്റ്റാർട്ടിങ് ടു എൻ്റെ ഒരു വീഡിയോ കാണാം, എന്നിട്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക. ഇതൊരു അവയർനെസ് പോലെ ഷെയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ലൈഫ് തന്നെ ഇതിൽ മുന്നിൽ വെക്കുന്ന ഒരു സംഭവമാണ് ഈ ടോപ്പിക്ക്. നമ്മൾ ലൈഫിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറൊന്നിനെ കുറിച്ചല്ല, EIA കുറിച്ചാണ്. ഈ EIA കുറിച്ച്, അതായത് ഈ EIA എന്ന് വെച്ചാൽ എൻവയറൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, അതായത് ഈ ഒരു ആക്ടിനെ കുറിച്ച് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയൂ. അത് ഇപ്പം എന്ന് വെച്ചാൽ ഈ EIA ഇല്ലേ, നമ്മുടെ എൻവയറൺമെന്റ് സേഫ്റ്റിക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ റൂളായിരുന്നു, ഒരു ആക്ട് ആയിരുന്നു. അത് റീഎഡിറ്റ് ചെയ്ത് ഇപ്പം 2020 അത് റീഎഡിറ്റ് ചെയ്തു. എന്നുവെച്ചാൽ നമുക്ക് ഹാംഫുൾ ആകുന്ന രീതിയിലേക്കാണ് അത് കൺവേർട്ട് ചെയ്തിട്ടില്ല. ആ റൂള് അത് പാസ്സായി കഴിഞ്ഞാലല്ലേ നമ്മളെ ലൈഫില്ല പഴയതുപോലെ ആയിരിക്കില്ല, വളരെ അധികം ഡിഫറെൻ്റ് ആയിരിക്കും. പൊല്യൂഷൻ ലെവൽ വരെ കൂടാനുള്ള ഹൈ ചാൻസസ് ഉണ്ട് ഈ ഒരു ആക്ട് വന്നാൽ. ഈ ആക്ടിന്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് ഓർമ്മയുണ്ട് ഒരു ഭോപ്പാൽ ട്രാജഡി, കുറെ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഭോപ്പാൽ ട്രാജഡി ഓർമ്മയുണ്ടല്ലോ, എത്രമാത്രം ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന്. ഇപ്പോഴും കുറച്ച് ഇങ്ങനെ ഫ്യൂച്ചർ ജനറേഷനായി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുവാണ് അതിന്റെ സൈഡ് എഫക്ട്സ്. സോ അങ്ങനെ ഒരു ട്രാജഡി നമ്മുടെ ഇന്ത്യയിൽ വീണ്ടും ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ലോ ഒരു ആക്ട് പാസ് ചെയ്യിച്ചു. അതായത് EIA എന്ന് പറഞ്ഞ ആക്ട് നമ്മളെ എൻവയൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആക്ട് ആയിരുന്നത്. അതായത് അത് പ്രകാരം നമ്മളെ ഇന്ത്യയിലില്ല, നമ്മളെ എൻവയൺമെന്റ് ഹാർംഫുൾ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഫാക്ടറീസ് ഒന്നും നടത്താൻ വേണ്ടി പെർമിഷൻ കൊടുക്കില്ല എന്ന്. എത്ര വലിയ കമ്പനി ആയാലും നമ്മുടെ എൻവയൺമെന്റ് ഹാർംഫുൾ ആണെങ്കിൽ ഒരിക്കലും നടത്താൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് ഒരു കാരണവശാലും. സോ അത് ഗ്രാജുവലി പിന്നെ 2006 വർഷങ്ങളോളം അത് ഫോളോ ചെയ്തു. പിന്നെ 2006 അത് ചെറിയ റീഎഡിറ്റ് ചെയ്തു. അതായത് ഇപ്പൊ ഏതൊരു കമ്പനിക്കും ഇല്ല, ഗവൺമെന്റ് അപ്രൂവലോടെ, അതായത് ഗവൺമെന്റിനോട് പെർമിഷൻ എടുത്തിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ, അതായത് എൻവയൺമെന്റിന് ഒന്നും ഹാർംഫുൾ അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവർ കൊണ്ടുവന്ന് കാണിച്ചാൽ, ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്താൽ അവർക്ക് ഫാക്ടറി തുടങ്ങാം ഇന്ത്യയിൽ എവിടെ വേണ്ടിക്കും, ആരും ഒന്നും ചോദിക്കാനൊന്നും പോകില്ല എന്ന്. സോ അങ്ങനെ ഒരുപാട് ഫാക്ടറീസ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴല്ലേ ഇഫ് ഇത് അപ്രൂവൽ കിട്ടാണ്ട് വരില്ല, ഫാക്ടറീസ് ഇഷ്ടംപോലെ നടന്നു തുടങ്ങി. ഈ ആക്ട് കുറച്ച് വീക്കായി, ഈ ഒരു ലോ അധികം ആരും ഫോളോ ചെയ്യുന്നൊന്നുമില്ല, സ്ട്രിക്റ്റോ ആക്കിയില്ല, നമ്മൾ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് സ്ട്രിക്റ്റായി നോക്കുന്നൊന്നുമില്ല. സോ അങ്ങനെ ഇഷ്ടംപോലെ ഫാക്ടറീസും കമ്പനീസും നമ്മുടെ ഇന്ത്യയിലുണ്ട് ഈ ഒരു റൂൾസ് ഒന്നും ഫോളോ ചെയ്യാണ്ട്. അതിന് വേസ്റ്റ് എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കിപ്പം വിശാഖപട്ടണത്തിൽ നടന്നൊരു ഇൻസിഡന്റ് ഇപ്പം റീസെന്റ് നടക്കാൻ ലീക്കായത്. സോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഈ ഗവൺമെന്റ് അപ്രൂവൽ ഒന്നും കിട്ടിയില്ല, എന്നിട്ട് അവർ ഫാക്ടറി തുടങ്ങിയിരിക്കുകയാണ് അവിടെ, ഗവൺമെന്റ് പെർമിഷൻ ഒന്നും ഇല്ലാണ്ട്. അപ്പൊ ആലോചിക്കുക എത്രമാത്രം വീക്കാണ് നമ്മുടെ ഇന്ത്യൻ്റെ ലോ എന്ന്. തോന്നിയ പോലെ ആൾക്കാർക്ക് ഫാക്ടറീസ് തുറക്കണ്ടിക്ക്. സോ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ നമ്മളെ 2020 ഇപ്പം ഈ വർഷം ആ ഫുള്ള് EIA കംപ്ലീറ്റ്ലി റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ആക്ട് പ്രകാരം, EIA 2020 ആക്ട് പ്രകാരം ഏതൊരു കമ്പനിക്കും വിത്ത് ഓർ വിത്തൗട്ട് അപ്രൂവൽ, നമ്മൾ എൻവയൺമെന്റ് ഹാർംഫുൾ ആണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഇന്ത്യയിൽ വന്ന് തുടങ്ങാം. എത്ര വലിയ കമ്പനി ആണെങ്കിലും എന്തൊക്കെ വന്നാലും എൻവയൺമെന്റ് ഹാർംഫുൾ ആണെങ്കിൽ പോലും അവർക്ക് വന്ന് തുടങ്ങാം. അതാണ് ഈ ആക്ടിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ആലോചിച്ച് നോക്ക്, നമ്മുടെ എൻവയൺമെന്റ് ഹാർംഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? കാരണം അത്രയും അധികം വേഴ്സാണിത്. സോ ഇത് നമ്മളെ ലൈഫ് എങ്ങനെ എഫക്ട് ചെയ്യാന്ന് ചോദിച്ചാല് പൊല്യൂഷൻ ഇൻക്രീസ് ആവും. ഇപ്പൊ തന്നെ ഒരുപാട് ഫാക്ടറീസിന്റെ ഒക്കെ പൊല്യൂഷൻ കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സോ കുറെ കൂടി ഫാക്ടറീസ് വന്ന് ഒരുപാട് പൊല്യൂട്ട് ആക്കി തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഇവിടെ ജീവിക്കാനേ പറ്റില്ല. ഒരു കൊറോണ ടൈം വന്നപ്പോൾ മാസ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാലോ പൊല്യൂഷൻ കാരണം ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് നടക്കുക. അതാ ആലോചിച്ചാൽ നമ്മള് കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞാലേ ഈ പൊല്യൂഷൻ കൂടി വന്ന് നമ്മൾ എയർ കംപ്ലീറ്റ്ലി പൊല്യൂട്ട് ആവും. ഒരു ഫ്രഷ് എയർ നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഡൽഹിയിലെ സിറ്റുവേഷൻ തന്നെ ആലോചിച്ച് നോക്ക്, എത്രമാത്രം പൊല്യൂട്ടഡ് ആയത് എയർ. അവിടെ ആൾക്കാർക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ സെപ്പറേറ്റ് ഓക്സിജൻ റൂം തന്നെ ഉണ്ട്, ഫ്രഷ് എയറിന്റെ റൂം. ആൾക്കാർക്ക് അവിടെ പോയി ഫ്രഷ് എയർ ഇൻഹേൽ ചെയ്ത് തിരിച്ചു വരാം. അങ്ങനെ ഒരു അവസ്ഥയാവും. പിന്നെ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും അങ്ങനത്തെ ഒരു റൂം ഉണ്ടാവും. അതേപോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു ആക്ട് വന്നു കഴിഞ്ഞാല്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാല്
സ്പെഷ്യാലിറ്റി ഇല്ല. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ കോർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ആക്ട് പാസ്സാക്കുന്ന മുന്നേ നമ്മളെ ഇന്ത്യൻ സിറ്റിസൻസിന്റെ ഒപ്പീനിയൻ നോക്കണമെന്ന്. സോ അങ്ങനെ ഇരിക്കെ ഇവര് ഒരു ഡെഡ് ലൈൻ തന്നിരിക്കുകയാണ് ഓഗസ്റ്റ് 11 മുന്നേ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസിന്റെ മൊത്തം ആൾക്കാർ ഒപ്പീനിയൻസ് എടുത്തതിന് ശേഷം ഈ ആക്ട് പാസ് ചെയ്യാനോ വേണ്ടെന്നൊക്കെ ഡിസ്കസ് ചെയ്യും. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. ഈ ഒരു ആക്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. ഈ ആക്ട് വരാൻ പറ്റില്ല, ഒരു കാരണവശാലും വരാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ നമ്മളെ ജനറേഷൻ പോലും ഫ്യൂച്ചർ ജനറേഷന് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം അത്രയും പൊല്യൂട്ടഡ് ആവും. അപ്പൊ ഈ ആക്ട് മാക്സിമം നമ്മൾ തടയുക. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ #ഒക്കെ യൂസ് ചെയ്തും സ്റ്റാറ്റസ് ആക്കിയും ഒരുപാട് ഇന്ന് സോഷ്യൽ മീഡിയ വഴി പ്രൊട്ടസ്റ്റ് ചെയ്യുക. ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. കാരണം എല്ലാണ്ട് ഇപ്പം പുറത്തിറങ്ങിയത് ഇപ്പൊ കൊറോണ ടൈമിൽ പ്രൊട്ടസ്റ്റ് എന്തായാലും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രൊട്ടസ്റ്റ് ചെയ്യുക. ഈ പ്രൈം മിനിസ്റ്ററിന്റെ അക്കൗണ്ടിൽ, ട്വിറ്റർ അക്കൗണ്ടിൽ, അങ്ങനെ വലിയ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും ഇങ്ങനെ #യൂസ് ചെയ്തൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ പബ്ജിന്റെ അതിന്റെയൊക്കെ സ്റ്റാറ്റസ് ഇടുന്നതിന്റെ ഒപ്പം ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഒക്കെ ഇടുക. എന്നാൽ മാത്രം ആൾക്കാർക്ക് ഇതൊരു അവയർനെസ് വീഡിയോ ക്രിയേറ്റ് ആവും. ഇതൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഈ EIA അത്രയും ഡേഞ്ചറസ് ഒരു ആക്ടാണ്. ഇപ്പോഴും പലവർക്ക് ഈ EIA ഡ്രാഫ്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. സോ മാക്സിമം എൻ്റെ വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതിനെ കുറിച്ച് സംസാരിച്ച് വീഡിയോ ഉണ്ടാക്കി സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. എന്നാൽ മാത്രമേ, എന്നിട്ട് അവരോടൊക്കെ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറയാം സോഷ്യൽ മീഡിയ വഴി. എന്നാൽ മാത്രമേ ഈ ഒരു ആക്ട് ഇംപ്ലിമെന്റ് ആകാൻ എടുക്കൂ. ഈ ആക്ട് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ അറിയോ? പൊല്യൂഷൻ ഒരുപാട് കൂടും. പിന്നെ ഒരാൾക്ക് പോലും പിന്നീട് പ്രൊട്ടസ്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റില്ല. ഈ ഫാക്ടറി ഒരാളെ പോലും നമുക്ക് ഒന്നും കംപ്ലൈന്റ് പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇവര് പൊല്യൂഷൻ കോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇവരെതിരെ ഒരു വോയിസ് പോലും റേസ് ചെയ്യാൻ പറ്റില്ല. ഈ ആക്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഇത്. അഥവാ ചെയ്താൽ തന്നെ അതൊരു വലിയ ക്രൈമായി മാറും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല മാക്സിമം നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവയർനെസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഒക്കെ ട്രോൾസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, മീംസോ എന്താ വെച്ചാൽ ക്രിയേറ്റ് ചെയ്ത് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പോഴത്തെ സ്റ്റഡീസ് പറഞ്ഞു വെച്ചാൽ നമ്മൾ പൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ഗ്ലോബൽ വാർമിംഗ് കൂടി വരികയാണ്. സോ 2050 ആകുമ്പോൾ നമ്മളെ ആർട്ടിക്കിലെ മൊത്തം ഐസൊക്കെ മെൽട്ടായി സീ ലെവൽ റൈസ് ചെയ്യും ഗ്ലോബൽ വാർമിംഗ് കാരണം. സോ അങ്ങനെ സീ ലെവൽ റൈസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ്സ്, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ്സിൽ കംപ്ലീറ്റ്ലി വെള്ളത്തിന് അടിയിൽ സമ്മേഴ്ജ്ഡാവും. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. സോ ഈ ആക്ടും കൂടി അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഡബിൾ ഇരട്ടി കൂടും. സോ അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഗ്രാജുവലി വേഗം തന്നെ കൂടും. അപ്പം 2050 പോലെ ആകണ്ട, 2030 തന്നെ അത് സംഭവിക്കും. സോ ഇങ്ങനത്തെ ഇതൊന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്യൂച്ചർ ജനറേഷനിൽ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇപ്പം വോയിസ് റേസ് ചെയ്യണം. ഇപ്പം റേസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ വീണ്ടും പറഞ്ഞു, മാക്സിമം ഈ വീഡിയോ എല്ലായിടത്തും ഷെയർ ചെയ്ത് കാണിക്കുക. സ്റ്റാറ്റസ് ആക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീഡിയോ ഉണ്ടാക്കി സ്റ്റാറ്റസ് ആക്കോ, മീംസ് ക്രിയേറ്റ് ചെയ്യുക, എന്താ വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ഒരു ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കൂ. അവസാനം ചെയ്ത് പറഞ്ഞ് പിന്നീട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഒന്നും കാര്യം ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവമില്ല, ഗവൺമെന്റ് അഗെയിൻസ്റ്റ് ആയിട്ടല്ല, ഗവൺമെന്റ് ഈ ഒരു EIA 2020 ആ ആക്ട് പാസ്സാക്കുന്നതിന് എതിരായിട്ടാണ് ഒപ്പോസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരില്ല, അത്ര വലിയ പൊട്ടന്മാരൊന്നുമല്ല. ഈ ചെറിയ ചെറിയ സംഭവമൊക്കെ വരെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്താണ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ പ്രൊട്ടസ്റ്റ് ചെയ്ത് ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരെ. സോ അതേ പാറ്റേൺ നമ്മൾ ഇതിന് ഫോളോ ചെയ്യണം. കാരണം അതിനെക്കാട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സംഭവമാണിത്. നമ്മൾ ഇപ്പം കേരളത്തിനെ നോക്കാനില്ല, ഒരാൾ ഇതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എല്ലാവരും ഇപ്പോഴും സ്വർണ്ണ കടത്തിന്റെ പിറകെയാണ്. ആ ഒരു കേസ് വന്നപ്പോൾ എല്ലാവരും എന്തായാലും സോഷ്യൽ മീഡിയ വഴി പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. സോ അതേപോലെ ഈ ഒരു കാര്യത്തിനും നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. കാരണം അതിനെക്കാട്ടും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ EIA 2020 ഡ്രാഫ്റ്റ്. നമ്മൾ ഈ കാണുന്ന നേച്ചറില്ലേ, അത് എന്നേക്കും നിലനിൽക്കണമെങ്കിൽ മാത്രം നമ്മളിപ്പോൾ ചെയ്താൽ മതി. കാരണം കുറേ കൂടി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. അവസാനം ഓവർ പൊല്യൂഷൻ ആയതിനു ശേഷമല്ലേ നമ്മളിങ്ങനെ പ്രൊട്ടസ്റ്റ് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് സേവ് എർത്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് പൊല്യൂട്ടിങ് അങ്ങനെ #യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ബോഡി ക്രിയേറ്റ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ഒരു യൂസും ഉണ്ടാവില്ല. കാരണം അന്ന് ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പൊല്യൂഷൻ അത്രയും കൂടിയിട്ടുണ്ടാവും. ഒരു കൺട്രിയിലെ ഏറ്റവും വലിയ അതോറിറ്റിയാണ് സിറ്റിസൻസിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒരു ഗവൺമെന്റിനും ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. സോ നമ്മൾ ഇതിന് അഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. സോ we have the power to do anything. So beware of that and stop this EIA 2020 draft. Stop it forever. I hope everyone enjoyed this video. Any ഇതുപോലത്തെ interesting videos കാണാൻ വേണ്ടി stay tuned to TheNutshell. And until the next video, this is me, Anjibhai, signing off from TheNutshell.